ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമിംഗ് വിത്ത് വില്ലൻ. ഞാനിപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എല്ലാവരും ആദ്യമേ സോറി ചോദിക്കുന്നു. സമയമില്ലായിരുന്നു, റാങ്ക് പുഷിയൊക്കെ ചെയ്യണമായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഇടാൻ സമയമില്ല. നമ്മുടെ BRൻ്റെ പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് മാച്ചായത് മാക്സിമം ബൂയി അടിക്കാൻ ശ്രമിക്കാം. ഞാനാണെങ്കിൽ നമ്മുടെ കൽഹാരി മാപ്പാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ ഈ സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്, പേരെന്തോ റെഫിനട്ടറിയോ, അവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വന്ന് ഇറങ്ങി. ഇവിടെ ഫുൾ എനിമീസാണ്. എനിക്കിവിടെ ഒരു എക്സമേറ്റ് കിട്ടി. വലിയൊരു എനിമിയെ കണ്ട് അടിച്ചങ്ങ് നല്ല ഡാമ് കൊടുത്തു. അവൻ എനിക്കും തന്ന് അവനെ ഫിനിഷ് ചെയ്തു. ആദ്യമേ ഞാൻ നിങ്ങളടുത്ത് പിന്നെ സോറി ചോദിക്കുക, കാരണം ഞാനാണെങ്കിൽ ഇപ്പം കുറേ ദിവസം കൊണ്ട് ആക്റ്റീവ് ഒന്നുമല്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത്. ഇനി ഞാൻ കുറച്ച് ദിവസം സമയമുണ്ട്, ഞാൻ മാക്സിമം പരമാവധി വീഡിയോ ഇടാനും ഷോർട്സൊക്കെ ഇടാനും ശ്രമിക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറയുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് എനിക്കൊരു ട്രോഗണ് കിട്ടി. പക്ഷേ ഞാൻ അറിയാതെ ഇനിയുടെ വായിച്ചു കയറി ഞാൻ ചത്തു. എന്നിട്ട് എഗെയിൻ റിവൈവ് ആയി. എൻ്റെ കയ്യിൽ ബൈസണുണ്ട്. ഞാനെനിക്ക് ഇതിൻ്റെ മണ്ട ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂടെ ഒരുത്തനും ഇറങ്ങി. ഞാനെനിക്ക് പതിയെ താപ്പോട്ടിറങ്ങി. ഞാൻ അവിടെ ഇറങ്ങിയതും ഒരുത്തൻ അവിടെ കിളി പോയി നിൽക്കുന്നു. ഞാനവനെ അടിച്ച് നോക്കിയിട്ട് താഴോട്ട് ഇറങ്ങാൻ നോക്കി. അപ്പോൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഒരുത്തി നിൽക്കുന്നു, ഒരു സാൻഡിന്. അവനെ കുത്തി പിടിച്ച് നല്ല ആകുമ്പോൾ എടുത്ത് അവനപ്പോഴത്തേക്ക് സോണിയോ ഒറിയോണൊക്കെ ഇട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവനെ അപ്പോഴേ ഫിനിഷ് ചെയ്ത്. താഴെ എനിമി വരും, അതുകൊണ്ട് ഞാൻ അപ്പോഴേ ഫിനിഷ് ചെയ്തിട്ട് ലൂട്ടൊക്കെ എടുത്ത് സൈഡിലോട്ട് കയറി നിന്ന് അടി കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞാൻ റിപ്പയർ കിറ്റൊക്കെ ഉപയോഗിച്ച് ഇവിടോട്ടൊക്കെ വന്ന് നോക്കുന്നു. ഇവിടെ എനിമിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏതോ ഒരു ലൂട്ട് ബോക്സിൽ നിന്ന് ഒരു MP5 ചിപ്പ് 3 കിട്ടി. അപ്പോൾ താഴെ എനിക്കൊരു അനക്കം കിട്ടി. ഞാൻ താപ്പോട്ട് ഇറങ്ങിയപ്പോൾ ഊർത്തും കിട്ടി. അവനെ കയറി ഒന്ന് കിടിലൊരു ഹെഡ് കൊടുത്ത് 2 അടി അടിച്ചപ്പോഴത്തേക്ക് വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ അവൻ്റെ ലൂട്ട് ബോക്സിൽ പോയി ലൂട്ടൊക്കെ എടുത്തു. അപ്പോൾ താഴെ ഒരു അനക്കം ഞാൻ പിന്നെയും കിട്ടി. അങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ നേരത്തെ വന്ന് സാധ്യത എനിക്ക് റിവൈവ് ആയി വന്നത്. അവനെ എഗെയിൻ ഞാൻ അവനെ ഹെഡ് ഷോട്ട് അടിച്ച് കില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം അവിടെ ലൂട്ട് ചെയ്തിരുന്നു. അത് ഈ സൈഡിലോട്ട് വന്നപ്പോൾ നമ്മുടെ സ്കാനർ ഇവിടെ ഒരു എനിമിയെ കാണിക്കുന്നത്. ഞാൻ അവനെ തപ്പി ഇങ്ങോട്ട് വന്ന് ഞാനിവിടെ എല്ലാം നോക്കി, ഈ എനിമി ഇവിടെ ഒന്നും കാണാനില്ല. ഞാൻ വെച്ച് താഴെ എങ്ങാണ് ഈ കുത്തിയിരിക്കുകയെന്ന് പറഞ്ഞ് താഴോട്ട് ഇറങ്ങി നോക്കി. ഇവിടെ താഴെ എനിമിയെ കാണുന്നില്ല. അവിടെ 2 പേർ ഇവിടെ കണ്ടുണ്ട്. ഇവിടെ ഒരുത്തനെ ആ സ്പോട്ട് ഇവിടെ കണ്ട് ഈ സ്കാനറിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നോക്കി. എനിക്ക് ആദ്യമേ മനസ്സിലായില്ല എന്തിങ്ങനെ കാണിക്കുന്നത്. പിന്നെ മനസ്സിലായി, മേളിലോട്ട് കയറി നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ടവർ ഉണ്ടല്ലേ, ഈ സാധനത്തിൻ്റെ മണ്ടയിൽ ഒരുത്തൻ കയറി ക്യാമ്പ് ചെയ്തിരിപ്പുണ്ട്. അവൻ ഇറങ്ങുമ്പോൾ അവനെ അടിക്കാൻ നോക്കി. ഞാൻ അവനെ ഇവിടെ നിന്നൊക്കെ നോക്കി അടിക്കാൻ സ്ഥലം വല്ലതും ഉണ്ടോയെന്ന്. പിന്നെ അവിടുന്ന് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീടിന് ഇവിടെ വന്നു. എന്നിട്ട് നമ്മുടെ വെന്നി മെഷീനിൽ കയറിപ്പോയി നമ്മുടെ ഒരു ലെവൽ 4 വെസ്റ്റും SVD-Y പിന്നെ MP5ൻ്റെ ഒരു ചിപ്പും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങ് എനിമീസ് ഇല്ല. ഞാൻ എന്താ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് സോൺ ഇപ്പോൾ സ്ട്രിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വഴി പോകുമ്പം ഇങ്ങോട്ട് എനിമീസ് കയറുമല്ലോ, അപ്പോൾ ആ വഴിക്ക് അടിക്കാം. ഞാൻ അപ്പോൾ ഇങ്ങോട്ട് ഇതൊക്കെ വാങ്ങിച്ചിറങ്ങിയപ്പോൾ ഇവിടുത്തെ സൈഡിൽ നിന്ന് നല്ല അടി തന്നു. അപ്പോഴത്തേക്ക് ഗ്ലൂ വാൾ ഇട്ടിട്ട് ഒരു ഗ്ലൂ മെൽറ്റർ അങ്ങോട്ട് ഇട്ടിട്ട് നേരെ കടിച്ച് പോയിട്ട് റഷ് ചെയ്തു. എനിക്കിപ്പോൾ 6 കില്ലുണ്ട്. മാക്സിമം കളി പോയി അടിക്കാൻ നോക്കണം. 6 കില്ലുണ്ട്. അവനെ ഇവിടെ ഒന്നും കാണുന്നില്ല. അവനാണെങ്കിൽ സൈഡിൽ മെഡിക്കറ്റ് ഇട്ടുന്നടിച്ച് ഞാൻ വേഷം ഇങ്ങോട്ട് വരുന്നപ്പോൾ അവനെ കാണുന്നില്ല. ഇവിടെ എല്ലാം നോക്കി. ഇവിടെ മെഡിക്കറ്റ് ഇട്ടുന്ന പെറ്റി കാണിച്ചു തന്ന്. ഇവിടെ വന്ന് കവർ എടുത്ത് നിന്ന് ഞാൻ റിപ്പയർ കിറ്റ് ഉപയോഗിച്ച് അവനെ കാണുന്നില്ല. അതുകൊണ്ട് ഈ സൈഡിൽ കൂടെ കയറി ഇതിൻ്റെ മണ്ടയിലുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഈ സൈഡിൽ കൂടെ കയറി നോക്കിയപ്പോൾ മേളിൽ ടോപ്പിലിരിക്കുന്നു. അവൻ എന്നെ സ്പോട്ട് ചെയ്തു. അതുകൊണ്ട് അവൻ പെട്ടെന്ന് അതിൻ്റെ പുറകെ കയറി അങ്ങ് വിളിച്ച്. അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അവൻ തല പൊക്കി അവനെ ഹെഡ് അടിക്കണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ ഇറങ്ങുന്നില്ല. അപ്പോൾ അവിടെ സൈഡിൽ എനിമീസൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാനെങ്കിൽ താഴോട്ട് ഇറങ്ങിയപ്പോൾ അവൻ തല പൊക്കി 2 അടി അടിച്ച് അവൻ്റെ തല പൊക്കി ഒരെണ്ണം കൊടുത്ത്. പക്ഷെ അവൻ അവൻ്റെ കയ്യിൽ ഇൻഹേലർ ഉണ്ടായതുകൊണ്ട് അവൻ റിവൈവ് ആയി. ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. പെട്ടെന്ന് ഗ്ലൂ വാൾ കൈ കയറി വന്നു, അല്ലെങ്കിൽ എനിക്ക് ഹെഡ് കൊടുക്കായിരുന്നു. ഞാൻ റഷ് ചെയ്ത്. അവനാണെങ്കിൽ ഒട്ടും ലൈഫില്ല. ഒറ്റ അടിയെ അടിച്ചാൽ SVD കൊണ്ട് അവൻ ചത്ത്. അവനാണെങ്കിൽ എന്നെ കിടന്ന് ചുറ്റും ഗ്ലൂ ഇട്ടു. ഞാൻ പിന്നെ ഒരു ഗ്ലൂ മെൽറ്റർ എടുത്തെറിഞ്ഞ് ഞാൻ ഈ സൈഡിൽ കൂടെ ചെന്ന് അതിൻ്റെ മണ്ടയിൽ കയറി അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറിയപ്പോൾ അവനെ അവിടെ കാണുന്നില്ല. അവൻ നേരെ ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ ചോദിക്കുന്നു. അവൻ താഴോട്ടങ്ങ് വീണ് പോയി. അവൻ എന്നെ അടിക്കാനൊന്നും ഓടി രക്ഷപ്പെടാനോന്ന് അറിയത്തില്ല. അവൻ കയറി ഇങ്ങോട്ട് വന്ന് അവൻ എന്നെ കണ്ട്. ഞാൻ ചാടി വന്നവന് ഇതിലൊരു ഹെഡ് കൊടുത്ത് അവനെ ഫിനിഷ് ചെയ്ത്. അപ്പം ഞാനാണെങ്കിൽ ഇപ്പം പ്ലാറ്റിനം ആയിട്ടുണ്ട്. പ്ലാറ്റിനം 2 കളി. നമ്മൾ എങ്ങനെയെങ്കിലും പോയി അടിക്കണം. ഹീറോയൊക്കെ അടിച്ചാൽ അത്ര നല്ലത്. ഞാൻ കുറച്ച് നേരം ഇവിടെ ക്യാമ്പ് ചെയ്തൊക്കെ ഇരിക്കുകയെന്ന് വിചാരിച്ചു. ഇവിടെ എനിമീസിനെ ഒന്നും കാണാനില്ല.
ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു പൊട്ട സിഗ്നലിൻ്റെ അവിടെ നെറ്റ് പോയായിരുന്നോ വായി നോക്കി ഇല്ലെന്ന് പറഞ്ഞോടാ 2 അടി 100 അടിച്ചത് 2 100ആയിരുന്നു. അവ സ്പോട്ടിൽ ചത്ത്. പിന്നെ ഞാൻ അവിടെ എല്ലാം നോക്കി എനിമീസ് ഉണ്ടോ ഇവിടെ ഒന്നും എനിമീസിനെ കാണാനില്ല. എന്തായാലും സോൺ വരുന്നുണ്ട്. അപ്പോൾ ഈ അറ്റത്ത് മൂലയിൽ നിന്നൊക്കെ കയറി വരും. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു അവന്മാരെ അടിക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ ഒന്നും എനിമീസിനെ കാണാനില്ല. ഇവിടെ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ സൈഡിലോട്ട് വന്നു നോക്കിയപ്പോൾ താഴോടെ എടുത്തെന്ന് തോന്നുന്നു. ഞാൻ 79 കൊടുത്തു. പക്ഷെ അവൻ നോക്കായില്ല. പിന്നെ നോക്കിയപ്പോൾ ആദ്യമേ ഞാൻ കണ്ടില്ല. അവൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു എനിമി നിൽക്കുന്നു. അവനെ 2 അടി അടിച്ച് 3 അടി അടിച്ച് അവൻ ചത്തില്ല. പിന്നെ SVD കൊണ്ട് അടിച്ചപ്പോഴത്തേക്ക് ഗ്ലൂവിൻ്റെ അകത്തൂടെ ചെന്ന് അവനങ്ങനെ ചേർത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ സൈഡിലൊക്കെ ഫൈറ്റ് കിടക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ ഈ സൈഡിലേക്കൂടെയൊക്കെ കയറി നോക്കി. ഇവിടെ എനിമീസിനെ ഒന്നും കാണാനില്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഫുഡ് സ്റ്റെപ്പ് കേട്ടായിരുന്നു. ദൈവത്തോട് ഒളിച്ചിരുന്ന് തന്നെ അടിക്കാൻ നോക്കി. അവൻ മണ്ടനായത് എൻ്റെ ഭാഗ്യം. പെട്ടെന്ന് തോക്കിന് പകരം കയ്യിൽ ബാറ്റ് അങ്ങോട്ട് എടുത്തോണ്ടിരുന്നത്. എൻ്റെ കയ്യിലും ബാറ്റായിരുന്നു. അവൻ്റെ പെട്ടിയിൽ ലൂട്ട് എടുത്തോണ്ടിരുന്നപ്പോൾ ഒരുത്തൻ എൻ്റെ മേളിൽ നല്ല അടി എനിക്ക് തന്ന്. ഞാൻ പെട്ടെന്ന് ഗ്ലൂ ഇട്ട് മെഡിക്കറ്റ് കിട്ടി. നോക്കിയപ്പോൾ അവ വീടിൻ്റെ താഴെ നിൽക്കുന്നുണ്ട്. ഞാൻ ഒരു 83 എടുത്ത് SVD കൊണ്ട് അപ്പം നേരെ ഇല്ല ഹുക്ക് ഗണ്ണും കൊണ്ട് ഇങ്ങോട്ട് റഷ് ചെയ്തു. അവൻ നല്ല അടി കൊടുത്ത് എന്നിട്ട് അങ്ങോട്ട് കയറി ചെന്ന് അടിച്ചങ്ങ് നോക്കിയിട്ട് അവൻ ഇൻഹേലർ എഴുതുന്നതിന് മുമ്പ് തന്നെ അവനെ ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞ് അവനെ കുറച്ച് നേരം ലൂട്ടി എന്നിട്ട് നമുക്ക് കോളൊക്കെ കയറി വന്നു. മൊത്തം സീനായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു മണ്ടൻ മേളിലോട്ട് ഹുക്ക് ഗണ്ണും കൊണ്ട് കയറിപ്പോന്നു. അവൻ 2 അടി അടിച്ചപ്പോഴത്തേക്ക് പാവം നോക്കായിപ്പോയി. സോണിയെ വീഴും. അപ്പം അവൻ താഴോട്ട് അങ്ങ് ചാടിപ്പോയി. അതിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ അവനെ ഫിനിഷ് ചെയ്തു. നേരെ താഴോട്ട് എടുത്ത് ചാടി. എനിക്ക് നല്ല ഡാമ് കിട്ടി. ജസ്റ്റ് മെഷീനെ താഴെ വീഴായിരുന്നു. താഴെ എന്തായാലും എലിമിനേറ്റ് ആയനെ. ഞാൻ പെട്ടെന്ന് മെഡിക്കറ്റ് അടിച്ച് നേരെ സ്പീഡ് ഓടുക. ഇവിടുന്ന് നേരെ എങ്ങനെയെങ്കിലും പോകണം. ഇവിടുന്ന് താഴോട്ട് ചാടുമ്പോൾ നല്ല ഡാമേജ് കിട്ടും. ഞാൻ മാക്സിമം പതുക്കെ പോകുന്നത്. ഞാൻ നോക്കിയപ്പോൾ താഴെക്കൂടെ ഒരുത്തൻ അവനും എന്നെ പോലെ പോയതാണ്. ഞാൻ അല്ലെങ്കിൽ SVD കൊണ്ട് 2 അടി അടിച്ചപ്പോഴത്തേക്ക് അവൻ നിൽക്കുക. അങ്ങനെ പെട്ടെന്ന് തന്നെ അവനെ ഫിനിഷ് ചെയ്തു. ഞാൻ പെട്ടെന്ന് ഓടിയപ്പോൾ സൈഡിൽ ഒരു ഓട്ടോ കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അതും എടുത്ത് നല്ല ഡാമ് കിട്ടുന്നുണ്ട് സോണിയിൽ നിന്ന്. ഞാൻ മെഡിക്കറ്റൊക്കെ ചുറ്റി കയറിപ്പോയി. അങ്ങോട്ടടുത്ത് ഓടി പോകുന്ന കണ്ടു. പിന്നെ അവനെ കണ്ടില്ല. അവിടെ കയറി നല്ല ഡാമ് കിട്ടി. അങ്ങനെ അവിടെ സോണിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ ടെൻറ്റിൻ്റെ അവിടെ ആയിട്ട് വന്നിട്ട് മെഡിക്കറ്റ് കിട്ടി. ഇന്ന് 7 പേരും കൂടെ അലൈവായിട്ടുണ്ട്. 13 കില്ല് എടുത്തിട്ടുണ്ട്. 13 കില്ലുണ്ട്. കളി എങ്ങനെയും പോയി അടിക്കണം. ടോപ്പ് 7 ആയി. എങ്ങനെയും ഒന്ന് കളി എടുത്താൽ മതി. ഞാൻ ഈ സൈഡിൽ വന്നപ്പോൾ ആ വീടിനകത്ത് ബോംബൊക്കെ പൊട്ടുന്നു. ഞാൻ അങ്ങോട്ട് റഷ് ചെയ്തടിക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് കയറി ചെന്നു. അങ്ങനെ കണ്ടില്ല. അപ്പോൾ മേളി ഒരുത്തനെ കണ്ടിട്ട് ഞാൻ നേരെ ഒരു ഗ്രനേഡ് എടുത്ത് അങ്ങോട്ട് ഇട്ട്. അപ്പോൾ ഇവിടെ ഒരുത്തനെ കണ്ടു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ബാക്കിൽ നിന്ന് വെടിയൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം മോശം ട്രക്കും കൊണ്ട് എന്നെ കൊല്ലാൻ ഇടിച്ചിടാൻ വന്നതെന്ന് തോന്നുന്നു. ആ താഴെ അങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരുത്തോടെ നിൽക്കുന്നു. നല്ല ഡാമ് കൊടുത്തവൻ ചത്തില്ല. ഒരു ചാടി വന്ന് അതിനേക്കൂടെ അടിച്ചു. താഴെ എടുത്ത് പോകണ്ടായിരുന്നു. കയറാൻ പറ്റിയില്ല. അവൻ ഈ സൈഡിൽ കൂടെ കയറി അവൻ നല്ല ഡാമ് കൊടുത്തു. ഏറ്റവും കൂടുതൽ ഇതിനെ കൊല്ലാനാണ് പാടുപെട്ടെ. ഇവളാണെങ്കിൽ ഷീൽഡ് പോയിന്റ് ഇട്ട് എന്തുവോ എയിമും കിട്ടുന്നില്ല. എങ്ങനെങ്ങാണ്ടൊക്കെ കുത്തിപ്പൊടിയോട് കുത്തിപ്പൊടി എന്നെ എന്തന്നിട്ട് കുത്തി പിടിക്കുക. അങ്ങനെ ഞാൻ നല്ല ഡാമ് കൊടുത്തു. ചത്തെന്ന് വിചാരിച്ചു. എങ്ങനെങ്ങാണ്ടായി നിന്ന് പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഹാർഡായി ഇവളെ കൊല്ലാൻ. അത് ഞാൻ മെഡിക്കറ്റൊക്കെ ചുറ്റി. ഇനി 4 പേരും കൂടെ അലൈവായിട്ടുണ്ട്. എന്നെയും കൂടെ കൂട്ടി 4 പേര്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരുത്ത പിക്കപ്പ് ട്രക്ക് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്ന ഇത് SVDY ആയിരുന്നു. ഞാനിന്ന് ലൂട്ടൊക്കെ എടുത്ത് സൈഡിൽ കൂടെ ഒരു സ്കാനർ കിട്ടായിരുന്നു. ഒരുത്തനാണെങ്കിൽ പിക്കപ്പ് ട്രക്ക് ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അവന് നല്ല ഡാം കൊടുക്കാൻ നോക്കി. പക്ഷേ അതിനകത്തോട്ട് കൊള്ളുന്നില്ല. മാക്സിമം ഡാം കൊടുക്കാൻ നോക്കി. ഒരു 62 കയറി. അപ്പോഴത്തേക്കൊരു ഡാം കിട്ടിയപ്പോഴത്തേക്കും സ്പീഡേ പോകാൻ തുടങ്ങി. സ്പീഡേ പോയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ അവനെ വണ്ടിയും കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുത്തനുണ്ടായിരുന്നു. ഒരുത്തന് 2 വട്ടം 60 കൊടുത്തു. പക്ഷെ അവൻ നോക്കായില്ല. എൻ്റെ കില്ല് പോയി. എനിക്ക് ആ ദേഷ്യത്തിൽ ഹുഗണ്ണെടുത്ത് നേരെ അങ്ങോട്ട് റഷ് ചെയ്ത്. അപ്പനാണെങ്കിൽ അവൻ ബ്ലൂ ഇട്ട് എന്നെ കണ്ടുണ്ട്. അത് നല്ല പാടായിരുന്നു. അവൻ എങ്ങനെയാണ്ട് കുത്തി പിടിച്ചവനെ നോക്കി ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ നേരെ ബ്ലൂ ഇട്ട് ഒരു മെഡിക്കറ്റ് കുറ്റാൻ വന്നപ്പോൾ അതെ പിന്നെ സോൺ വരുന്നു. സോണിന് ഡാം കിട്ടി. എങ്ങനെയാണ്ടൊക്കെ ഒന്ന് മെഡിക്കറ്റ് കുറ്റിയിട്ട് ഈ സൈഡിലോട്ട് വന്നു. അപ്പോൾ എനിക്ക് അടി കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ ഒരു ഗ്ലൂ ഇട്ട് അങ്ങോട്ട് റഷ് ചെയ്തപ്പോഴത്തേക്ക് ഒരുത്തൻ ആ വീടിന് മണ്ടയിൽ നിന്ന് സാൻഡിന് ഒരു താഴോട്ട് വരുന്നു. എനിക്ക് കണ്ടപ്പോൾ തോന്നിയപ്പോൾ മണ്ടനാണ്. ഞാൻ ഇതിലേ കയറി. അവനാണെങ്കിൽ ഗ്ലൂ പോലും ഇടുന്നില്ല പൊട്ടൻ. ഞാൻ അവനെ ചാടി അടിച്ച് നോക്കിയിട്ട് നേരെ അങ്ങോട്ട് റഷ് ചെയ്ത്. അവൻ്റെ ഇൻഹേലർ ഉണ്ടെന്ന് തോന്നുന്നു. അവൻ കുത്തുന്നേരെ കിട്ടി. ഞാനാണെങ്കിൽ അവനെ ഫ്ലാഗ് മോട്ടൊക്കെ ഇട്ട് എന്നെ കളിയാക്കി. അവൻ എണ്ണീറ്റ് 2 ഷോട്ട് കൊടുത്ത് അവനെ ഫിനിഷ് ചെയ്ത്. നമ്മളങ്ങനെ ബുവി അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കാം. എല്ലാവരും വീഡിയോ ലൈക്കൊക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. ഓക്കെ ബൈ.